ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിയാൻ വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്തേ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാവയുടെ നെയിമിംഗ് സെറിമണിയുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മലപ്പുറത്തുനിന്ന് ആ ഫംഗ്ഷൻ്റെ മുന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്തല അമ്പലപ്പുഴ അമ്പലത്തിലേക്കൊക്കെ പോയി തൊഴുത് തിരിച്ച് ചേർത്തലേക്ക് വരാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ മുന്നത്തെ ദിവസം തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ പോയി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ പോയി അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ അന്നദാനത്തിൽ പോയി അവിടുത്തെ പ്രസാദം കഴിച്ചു. അപ്പോൾ ആ സമയം അന്ന് തന്നെ ഞങ്ങൾക്ക് വെണ്ണ നിവേദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് കിട്ടിയപ്പോൾ അങ്ങനെ അതൊക്കെ റെയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ബ്ലെസ്ഡ് ഫീൽ ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ ചേർത്തലയിലേക്ക് വന്നു. ചേർത്തലയിൽ ഞങ്ങളൊരു വില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വില്ലയുടെ പേര് സോനറ്റ് വില്ല ഹോം സ്റ്റേ എന്നാണ്. ചേർത്തലയിൽ വന്നവർക്ക് അത് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഹൈവേ സൈഡ് തന്നെയാണ് കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു നിൽക്കാനായിട്ട്. നമുക്ക് ഫാമിലി ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കിനും നിൽക്കാനായിട്ട് പറ്റിയ സ്ഥലമായിരുന്നു. നല്ല കാമായിട്ടുള്ളൊരു ഏരിയ. അതുപോലെ തന്നെ നല്ല നീറ്റും ആയിരുന്നു സ്ഥലം. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വല്ലതും വേണമെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഞങ്ങളെ എന്താ പറയുക, വെൽക്കം ചെയ്യാനായിട്ട് വന്നിരുന്നത് എൻ്റെ അനിയത്തിയും പിന്നെ ഇപ്പം ഫംഗ്ഷൻ നടക്കുന്ന വാവയുടെ അച്ഛനുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വില്ലയിലേക്ക് കയറി. റൂമൊക്കെ ഞങ്ങൾ ഓരോരുത്തർ ഏതാ റൂം വേണ്ടതെന്നൊക്കെ ഉള്ളത് ചൂസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഈ വീഡിയോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല അധികം. അപ്പോൾ അവിടെ വന്നു. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അവിടെ പോയി സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം ഫംഗ്ഷന് പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. കാരണം ആദ്യമായിട്ടാണ് ഉണ്ണിയേട്ടനാവട്ടെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലി അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടി വരുന്നത് തന്നെ. അതായത് തൊട്ടിൽ വെപ്പാണല്ലോ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടി വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. ഇതിലിപ്പം തൊട്ടിൽ ഏത് ഭാഗത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് വെക്കേണ്ടത്. അതായത് കുട്ടിയുടെ തല കിഴക്ക് ഭാഗത്ത് വരണം അങ്ങനെ. അപ്പോൾ കുട്ടീനെ ഒരുക്കിയൊക്കെ കിടത്തി കയ്യിൽ വളയൊക്കെ ഇട്ടു. ആ വള അവളെക്കാളും വലുതായിരുന്നു കേട്ടോ. പിന്നെ 28 കെട്ടിന് വീട്ടിൽ അവർക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇട്ടു. അവൾ സുന്ദരി കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ ഞങ്ങൾ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ജനിച്ചിട്ട് 11ാമത്തെ ദിവസവും ആൺകുട്ടിയാണെങ്കിൽ ജനിച്ചിട്ട് 12ാമത്തെ ദിവസവുമാണ് തൊട്ടിൽ വെച്ചിട്ട് നെയിമിംഗ് സെറിമണി നടത്തുന്നത്. ആൺകുട്ടിയാണെങ്കിൽ വേറൊരു പ്രത്യേകതയുടെ ഉണ്ട്. അതായത് പൂജ നടത്തി ഹോമം ചെയ്തിട്ടാണ് തൊട്ടിൽ വയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ് 1 മാസം ആയപ്പോഴാണ് വാവയുടെ ചടങ്ങ് നടത്തിയത് കേട്ടോ. ഇതിനിടയിൽ വേറെ കുറേ റിച്വൽസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതായത് തികച്ചും ആചാരപ്രകാരം അല്ലാത്തത് കൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വയ്ക്കുന്നത് ബലഭദ്രനെയാണ്. അതായത് ഒരു കല്ല്, ഒരു കല്ലിനെ ബലഭദ്രനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് അത് 3 പ്രാവശ്യം ഇതുപോലെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അതായത് കൈമാറുന്നത് ഈ കൊച്ചിൻ്റെ അച്ചമ്മയും കൊച്ചിൻ്റെ അമ്മമ്മയും കൂടിയാണ്. പക്ഷേ ഇവിടെ 2 അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മായിമാരാണത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിന് ശേഷം കുട്ടീനെയും ഇതുപോലെ 3 വട്ടം ഇങ്ങനെ തൊട്ടിൽ വെച്ച് അടുത്ത ആൾക്ക് കൊടുത്തു. എന്നിട്ട് അതുപോലെ താഴത്തൂടെ കൈമാറിയിട്ട് ആണ് ചെയ്യുന്നത്. തൊട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് താരാട്ട് പാട്ടൊക്കെ പാടണം. അത് എന്താ പറയുക, ഇങ്ങനെയുള്ള പാട്ടല്ല. നമ്മളുടെ ഭഗവാൻ ശ്രീരാമനെ കുറിച്ച്, ശ്രീരാമൻ്റെ കൊച്ചിലെ, അതായത് ശ്രീരാമൻ ജനിച്ചപ്പോൾ ആ ഒരു സമയത്ത് തൊട്ടിൽ വെച്ചിട്ട് നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ ആ ഒരു ലിറിക്സൊക്കെ വെച്ചിട്ട് നമ്മുടെ പൂർവികർ തയ്യാറാക്കിയ പാട്ടാണ് നമ്മൾ ശരിക്കും പാടേണ്ടത്. പണ്ടത്തെ കാലത്തൊക്കെ ഈ അമ്മമ്മമാരും പഴയ ഈ എന്താ പറയുക അച്ഛമ്മമാരും അവർ ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് തന്നെ പാടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളത് റെക്കോർഡഡ് വേർഷൻ ഞങ്ങൾ ഇതിലിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്.
അങ്ങനെ തൊട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മായി പേരെന്താ ഇടണ്ടേന്ന് ചോദിക്കേണ്ടത്. അതിൽ ഒരാളാണ് പേര് ഇടേണ്ടത് കേട്ടോ, കാതിൽ ചൊല്ലിക്കൊടുക്കേണ്ടത്. അപ്പോൾ പേരെന്താ ഇടണ്ടേന്നുള്ളൊരു ഇത് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ചെറിയൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ തൊട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആണല്ലോ നെയിം റിവീലിംഗ്, അത് ചെയ്യാമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് അവിടെ വെച്ചങ്ങ് ഫ്ലോപ്പായി. കാരണം ഇവർ പഴയ ആൾക്കാരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് ഈ ട്രെൻഡിനെ കുറിച്ചൊന്നും അവർക്ക് അത്ര പിടുത്തില്ല. അപ്പോൾ അമ്മായി ചോദിച്ചു പേര് എന്താണ് ഇടേണ്ടതെന്ന്. അപ്പം ആ ഒരു ടൈമിലാണ് എൻ്റെ അനിയത്തി അമ്മായിയുടെ കാതിൽ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വാവക്കുട്ടിക്ക് പേരിട്ടു. പേരിടൽ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ എല്ലാവരും, മുതിർന്നവരെല്ലാവരും വാവേനെ അനുഗ്രഹിക്കും. തലയിൽ അരിയിട്ട് വേണം അനുഗ്രഹിക്കാനായിട്ട്. അതും ഞങ്ങളുടെ ഒരു റിച്വലാണ് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കേട്ടോ വാവയ്ക്ക് കുറേ ഗിഫ്റ്റുകൾ എല്ലാവരും തരുന്നത്. അതിനുശേഷം ഞങ്ങൾ നെയിം റിവീലിങ്ങിലേക്ക് കടന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വാവയുടെ പേര് അറിയണ്ടേ? ഇതാ കണ്ടോളൂ കേട്ടോ, ദിവിഷ എന്നാണ്. ഞങ്ങളെല്ലാവരും അവളെ ദിവിക്കുട്ടീന്ന് വിളിക്കും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം നേരുന്നു. ബൈ.